ഹലോ! ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ടാട്ടോ ഞങ്ങളുടെ സ്വന്തം ദോശ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെങ്കിലും എന്താണെന്നറിയില്ല, ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടേ ഇല്ല. പിന്നെ ഈ കാണുന്ന മീനുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ പോയി പിടിച്ചുകൊണ്ട് വന്ന മീനാണ്. അച്ഛന് ഇടയ്ക്ക് എടുത്ത ചെറിയ ഹോബികളൊക്കെ ഉണ്ട്. പിന്നെ തിരിച്ച് ദോശയിലേക്ക് വരികയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ കുറച്ച് പച്ചരി കുതിർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ചൂടുള്ള ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ ഒട്ടും കോമ്പിനേഷൻ ഇല്ലാത്ത കടലക്കറിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും മാച്ചായിട്ടുള്ളത് നമ്മുടെ മീൻകറി, നല്ല മുളകിട്ട മീൻകറി, അല്ലെങ്കിൽ ചിക്കൻ കറി, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകും കേട്ടോ. എല്ലാം എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വയ്ക്കാറ്. ഇപ്പോൾ രാവിലെ എത്രയും പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് വേഗം കുക്കറിലാണ് വയ്ക്കുക. അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വേവിച്ച കടലാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇത് ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്നുകൂടി താളിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊക്കെ നന്നാക്കി അതിലേക്ക് മസാല പുരട്ടാൻ പോവാണ്. ഇത് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനല്ല, അമ്മയാണ് മസാല ഉണ്ടാക്കുന്നത്. ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് ഇതാ വറവിട്ടിട്ടുണ്ട്. അതാ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് പാനിൽ നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ് മസാല കൂട്ടി വെച്ച മീൻ. അങ്ങനെ കറിവേപ്പില ഇട്ടിട്ട് മീൻ ഓരോന്നോരോന്നായി വെച്ച് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. ഇത് അച്ഛനും ഫ്രണ്ട്സ് ഉണ്ട് അച്ഛൻ്റെ കൂടെ. ഒരു ബേക്കറി പോയിട്ട് തിരിച്ചുകൊണ്ടുവന്ന മീനാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനാണ്. പക്ഷേ വീട്ടിൽ അമ്മയും അച്ഛനും ഒന്നും ഇത് കൂട്ടില്ല. ഞങ്ങളൊക്കെ കൂട്ടിയാലായി. അടുക്കളയിലെ പണി ഏകദേശമൊക്കെ ഓരോന്നായി ഒതുങ്ങുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്ത് അനിയത്തി ഹോളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഓരോരോ പണി ചെയ്യുമ്പോഴും വീട്ടിൽ ഒരാൾ മാത്രം മൂടി പൊളിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, കോളേജിലൊന്നും പോകാനില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ആരും ഉറങ്ങുന്ന കണ്ടാൽ അച്ഛമ്മയ്ക്ക് വന്ന് വിളിച്ചു വിടണം കേട്ടോ. അങ്ങനെ ഇവളെ ഉണർത്താൻ വേണ്ടി വന്നതാണ്. എനിക്ക് കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ട്. എന്നും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കുടയൊക്കെ മറക്കാതെ എടുക്കുകയാണ്. അമ്മയും ഞാനും ഒരുമിച്ചാണ് എന്നും പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അനിയത്തിയുടെ കൂടെയാണ് പോകുന്നത്. അവളെ സ്കൂട്ടിയിലാണ് കൊണ്ടുവിടുന്നത് കേട്ടോ. ഇതാ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടൊക്കെ ആരൊക്കെയോ വാങ്ങിച്ചു. എനിക്ക് ഒന്നിനും പറ്റില്ല. എന്താ ഞാൻ ഹോസ്പിറ്റലിലെത്തി. അവിടെ നല്ല മഴയാണ് കേട്ടോ. പക്ഷെ മഴ പെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ കാണാനായിട്ട്. പിന്നെ ഇത് വൈകുന്നേരമായിട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നല്ല മഴയല്ലേ. അപ്പോൾ മഴയത്തൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിതാ ആദ്യ സിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ സതി ചേച്ചി ഉണ്ട്, പിന്നെ ഒരു ഫാർമസിസ്റ്റ് താത്തയുണ്ട്. ഒരുമിച്ച് നടക്കുകയാണ്. പിന്നെ വീടിൻ്റെ അവിടെ എത്താനായപ്പം സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. അങ്ങനെ എന്താ വഴികളാണ്. നല്ല മഴക്കാറുണ്ടായിന്. ഏകദേശം മഴയൊക്കെ ഒന്ന് തോർന്നു. പിന്നെ വീട്ടിലെത്തുമ്പോൾ അതാ എനിക്ക് ചൂടോട് നല്ല ബ്രെഡ് പൊരിച്ചതുണ്ടാക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.